എല്ലാവർക്കും ഹോളിവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഓമർ ലുലു സംവിധാനം ചെയ്ത സിനിമയാണ് ബാഡ് ബോയ്സ്. റഹ്മാൻ, ബാബു ആന്റണി, ബിവിൻ ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓണത്തിന് ഇറങ്ങിയ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 25-നായിരിക്കും ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വെനം എന്ന സിനിമയെ കുറിച്ചാണ്. മാർവലിന്റെ സിനിമയാണ് വെനം ദി ലാസ്റ്റ് ഡാൻസ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ തമിഴ്, തെലുങ്കു, ഹിന്ദി, ഇംഗ്ലീഷ് ഇത്രയും ഭാഷകളിൽ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയെ കുറിച്ചാണ്. സുരാജ്, ഭാമ, ബാബു ആന്റണിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഉടനീളം കോമഡിയാണ്. സിനിമ തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മദനോത്സവം എന്ന സിനിമയുടെ OTT ഇതുവരെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബറിലാണ് സിനിമയുടെ റിലീസ്. ഡിസംബർ 20-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും സർപ്രൈസ് ആയിട്ടായിരിക്കും മദനോത്സവം എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റെഡ് വൺ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയെ കുറിച്ചാണ്. മാത്യു തോമസ് ആണ് സിനിമയിൽ നായകൻ. അതുപോലെ തന്നെ ബേസിലെ നമിത പ്രമോദ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ബാഡ്മിന്റന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ കപ്പ് എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ കപ്പ് എന്ന സിനിമയുടെ OTT അവകാശം സൈനപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 22-ന് സൈനപ്ലേയിൽ ഈ സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഒരു തെലുങ്ക് സിനിമയാണ്. റൊട്ടി കപട റൊമാൻസ് എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. സിജു വിൽസൺ, ബാലു വർഗീസാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം സൈനപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 20-ന് ശേഷമായിരിക്കും പുഷ്പക വിമാനം എന്ന സിനിമ OTT റിലീസിന് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സിംഗം അഗൈൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. സൽമാൻ ഖാൻ, ദീപിക പദുക്കോൺ, അക്ഷയ് കുമാർ, രൺവീർ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് രാത്രി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കളാൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ നേരത്തെ തന്നെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇന്ന് രാത്രിയാണ്. വിക്രമും പാർവതിയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ഉണ്ട്. മലയാളം വെർഷൻ ഇന്ന് തന്നെ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ജോളി ജിംഖാന എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. പ്രഭുദേവയും മഡോണയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ യോഗി ബാബുവും സിനിമയിലുണ്ട്. ഒരു കോമഡി മൂവിയാണിത്. ഈ ഒരു സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഇന്നാണ് സിനിമ പുറത്തിറങ്ങിയത്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയെ കുറിച്ചാണ്. പുഷ്പയുടെ 2ാം ഭാഗം ഹിറ്റായിരിക്കുകയാണ്. കേരളത്തിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും സൗത്ത് ഇന്ത്യയിലെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരിക്കുകയാണ്. ഈ സിനിമ ഇപ്പോൾ 1000 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ എല്ലാ റെക്കോർഡും വെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ പുഷ്പ 2-ന്റെ OTT റിലീസ് എത്തിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 2nd വീക്കിലാണ് പുഷ്പ 2 എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോജു നായകനായി വന്ന സിനിമയായിരുന്നു പണി. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ജോജു ജോർജ്, സാഗർ സൂര്യാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജോജു സംവിധാനം ചെയ്തതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ലഭിച്ചിരുന്നു. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ഈ സിനിമ ഡിസംബർ 25-ന് TV പ്രീമിയർ ആയിട്ടാണ് വരാൻ പോകുന്നത്. അതുപോലെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിട്ടുണ്ട്. ഡിസംബർ 20-ന് പണി എന്ന സിനിമ OTT-ൽ വരും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപ്, നിത പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. വലിയ ഹൈപ്പോട് കൂടിയാണ് തങ്കമണി എന്ന സിനിമ റിലീസായത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല. ഈ സിനിമ ഇറങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെ തങ്കമണി എന്ന സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിലാണ് തങ്കമണി എന്ന സിനിമയുടെ OTT റിലീസ്. ഡിസംബർ 20-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും സർപ്രൈസ് ആയിട്ട് സിനിമ OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.